എന്നാൽ അവയ്ക്കിടയിൽ ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായകളുണ്ട്. ആ ചെന്നായകളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് കർമ്മ ന്യൂസ് പരമ്പരയുടെ ലക്ഷ്യം. അവസാനം വന്ന പരാതികളിൽ ഒന്ന് തൃശൂരിലെ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘമാണ്. 12% പലിശ വാങ്ങി കോടികൾ സമാഹരിച്ചു. നിക്ഷേപകർക്ക് മുന്നിൽ ഒടുവിൽ കൈമലർത്തി കാണിച്ചു. 300 കോടിയിലധികം മലയാളികളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച ഫാം ഫെഡ് കമ്പനി തകർന്നത് ഈ വർഷമാണ്. ഇതിന്റെ ഉടമകൾ ജയിലിലാണ്. സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി 300 കോടി നിക്ഷേപം സ്വീകരിച്ച് ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചു. ട്രാവൻകൂർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകർക്ക് പണം നൽകാതെ വന്നപ്പോൾ ഉടമ ജയിലിലേക്ക് പോയി. അവിടെയും പോയത് എണ്ണിയാൽ ഒടുങ്ങാത്ത കോടികൾ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന അനേകം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മരണക്കയത്തിലാണ്. ഓർക്കുക, എവിടെ പോകുന്നു ഈ നിക്ഷേപങ്ങൾ? നല്ല സൊസൈറ്റികൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനകീയമാകുന്നു, ലാഭം കൊയ്യുന്ന സംരംഭങ്ങൾ ചെയ്യുന്നു. ജനങ്ങൾ 10 നൽകിയാൽ അവർ 100 മേനിയാക്കി വളരുമ്പോൾ മറ്റു ചില ആളുകളാകട്ടെ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയിൽ വന്ന പണമെടുത്ത് സ്വന്തം കീശയിലാക്കുന്നു. പണം വകമാറ്റി സ്ഥാപനം തകർത്ത് ജയിലിൽ പോകുന്നു. നിക്ഷേപം നശിക്കില്ല, സ്ഥാപന ഉടമകൾ മുക്കി പോക്കറ്റിലാക്കി തകർക്കുന്നതാണ്.